ഈ ഒരു തിക്കും തിരക്കും കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞങ്ങളിതെവിടെയാണ്. ഞങ്ങൾ നേരെ ചവറ കാട്ടിലമ്പലത്തിൽ പോയേക്കാണ്. കാരണം കുറേ വർഷങ്ങളായിട്ട് ഉള്ള ഒരു നേർച്ചയായിരുന്നു. ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് ഞാനും എന്തും പ്രേമിച്ച് നടന്നൊരു കാലത്ത് അവിടെ പോയി മണിയൊക്കെ കെട്ടുമായിരുന്നു അമ്പലത്തിൽ. എന്ത് കല്യാണം നടക്കാൻ. അങ്ങനെ കല്യാണം നടന്നു. ഇപ്പോൾ കുട്ടിയായപ്പോഴും ഇതുവരെ ഞങ്ങൾ പിന്നെ പോയിട്ടില്ല അമ്പലത്തിൽ. അപ്പോൾ കുറേ നമ്മുടെ അവിടെ ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ അമ്പലത്തിൽ പോയി പൊങ്കാല ഇടണം എന്നുള്ളത് ഒരിതാണ്. അപ്പം അതിന് വേണ്ടി പോവുകയാണ്. പിന്നെ കൂടെ ചേച്ചിയും ചേട്ടനും എല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും ഫാമിലി ആയിട്ടാണ് പോയത്. അപ്പം നമ്മളവിടെ പോകുമ്പോൾ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അമ്പലം കടലിലും കായലിലും നടുക്കാണ്. നമ്മുടെ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും ഈ സ്ഥലം, കുറച്ച് പേർക്കല്ല. അമ്പലം ഫേമസ് ആണ്. ഓക്കെ, അപ്പം ഞങ്ങൾ ജങ്കാറിലാണ് പോയത്. അങ്ങനെ നേരെ ചെന്നു. കർക്കിടക മാസമൊക്കെ തുടങ്ങിയത് കൊണ്ടാണ് ഭയങ്കര തിരക്കായിരുന്നു അമ്പലത്തിൽ. അതുമല്ല, വർഷങ്ങൾക്ക് ശേഷം പോയത് കൊണ്ടും റോഡിൻ്റെ നടുക്ക് എന്തൊക്കെയോ അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് കൊണ്ടും ഞങ്ങളൊന്ന് റൗണ്ട് അടിച്ചു. ഞാനും അനന്തും കുറച്ച് ദൂരം, ഒരു 4-5 കിലോമീറ്റർ എക്സ്ട്രാ പോയിട്ട് പിന്നാണ് തിരിച്ചു വന്നത്. ഞങ്ങളുടെ വട്ടം ചുറ്റുമുള്ളൊരു കറക്കവും കഴിഞ്ഞ് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ചേച്ചിയും ചേട്ടനും അമ്മയും എല്ലാവരും അമ്പലത്തിൻ്റെ അടുത്ത് ചെന്നു. പിന്നെ ക്യൂ ഒക്കെ നിന്ന് ഞങ്ങൾ മന്ദം അങ്ങ് ചെന്നു. എന്തായാലും കുറച്ച് ലേറ്റായി പോയെങ്കിലും അവിടെ ചെന്നൊത്തിരി ലാഗടിക്കേണ്ടി വന്നില്ല. അമ്മയും ചേച്ചിയും അടുത്തുള്ളവരുടെ കയ്യിൽ നിന്ന് പൊങ്കാല അടുപ്പൊക്കെ സെറ്റാക്കിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു എന്നെ. അങ്ങനെ നേരെ ചെന്നിട്ട് പിന്നെ അടുത്ത കാര്യങ്ങളൊക്കെ നോക്കി. നല്ല തിരക്കായിരുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2 കലമാണ്, ഒന്ന് എൻ്റെയും ഒന്ന് ചേച്ചിയുടെയും. അങ്ങനെ 2 കലമാണ് ഞങ്ങൾ പൊങ്കാല ഇടുന്നത്. അവിടുത്തെ ദേവിക്ക് ഏറ്റവും ഇഷ്ടം നല്ല ശർക്കര പായസം ആയതുകൊണ്ട് നമ്മളും അത് തന്നെയാണ് ഇട്ടത്. അങ്ങനെ ഞങ്ങൾ പൊങ്കാലയൊക്കെ സെറ്റാക്കി ഇടാൻ തുടങ്ങി. തോർത്തുമൊക്കെ ഞാൻ കയ്യിലിട്ട് സെറ്റായിട്ട് നിൽക്കുകയാണ്. കാരണം എന്താ ചൂട്, കണ്ണൊക്കെ ഒഴുകി. നമ്മൾ ഇട്ടുകൊണ്ട് പോയ പുട്ടിയെല്ലാം അവിടെ പോയി എന്നാണ് പറയേണ്ടത്. കാരണം വിയർത്തിട്ടും ചൂട് കാരണം കണ്ണ് നിറഞ്ഞൊഴുകുന്ന മൊത്തത്തിൽ എന്ത് പറയണമെന്ന് അറിയത്തില്ല. ആ തോർത്തൊക്കെ വെച്ച് പിന്നെ തട്ടിയും മുട്ടിയും ഒപ്പിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. ഡെലുവിനെയും കൊണ്ട് അനന്ത് വെളിയിൽ മാറി നിൽക്കുമായിരുന്നു. കാരണം അത്രയും ചൂടും പുകയും കൂടെ വെളിയിലോട്ട് വരുന്നതുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് അകത്തോട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പം നാരായണനും ചേട്ടനും അനന്തും കുഞ്ഞും എല്ലാവരും വെളിയിലായിരുന്നു. അപ്പം ഞാനും അമ്മയും ചേച്ചിയും കൂടെയാണ് ഇട്ടത്. എൻ്റെ പൊങ്കാലക്കര ആദ്യമേ നിറഞ്ഞു തൂകി. എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മളെല്ലാവരും ആഗ്രഹിച്ച് നടന്ന കാര്യങ്ങൾക്ക് പോയി ഇടുന്നതാണ് പൊങ്കാല. അങ്ങനെ പൊങ്കാല കഴിഞ്ഞിട്ട് പായസമൊക്കെ അടുത്ത് നിന്ന് എല്ലാവർക്കും കൊടുത്തു. പിന്നെ ഡെലു ഞങ്ങളും എല്ലാവരും കൂടി അമ്പലത്തിൽ കയറി നന്നായിട്ട് തൊഴുതിട്ട് പിന്നെ പതുക്കെ പോവാണ്. അങ്ങനെ വഴി കണ്ട പാപ്പപ്പൊതിയും മേടിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ്. ഗൈസ് ടേക്ക് കെയർ, ബൈ ബൈ.